നമുക്ക് ഇന്ന് ഒരു ഞണ്ട് കറി വയ്ക്കാം. ഞണ്ട് അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണിത് വൃത്തിയാക്കുക അങ്ങനെയൊക്കെ നോക്കാം അല്ലേ. അപ്പോൾ ഒരാളെ എടുത്ത് നമുക്കിത് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. ഒറ്റ കൈ കൊണ്ട് എനിക്കിത് എങ്ങനെയാണ് കാണിച്ചത്. ആദ്യം നമുക്കേ ഇതുകൊണ്ട് ഇളക്കിക്കളയാം. ഓ നിൽക്കട്ടോ, ഒറ്റ കൈ കൊണ്ട് പറ്റില്ല, ഹെൽപ്പ് വേണ്ടി വരും. ആദ്യം നമുക്കിതിൻ്റെ കാലം ഓടിക്കാം. ഓക്കെ, ഇനി ഇത് ഇത്തിരി പണിയുണ്ട് കണ്ടോ. അതിങ്ങനെ പൊളിഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഈ നെയ്യുടെ ഭാഗത്ത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. പതുക്കനെ പൊളിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് അപ്പോൾ അങ്ങനെ പിന്നിപ്പോൾ എന്താ പറയുക, നമ്മൾ എന്തൊരു ആഹാര സാധനം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട് നമുക്കും കൂടെ ടേസ്റ്റ് അറിയുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിലുണ്ടല്ലോ അത് നന്നാവും. അതുകൊണ്ട് ഞാൻ എന്തുണ്ടാക്കുകയാണെങ്കിലും അത് എനിക്ക് ടേസ്റ്റ് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളൂ നല്ലതാണ് കഴിച്ചോളൂ എന്ന്. എന്ത് സാധനം ഞാൻ ഇഷ്ടപ്പെട്ടത് ഞാൻ ഇവിടെ എല്ലാവരെയും കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിക്കും. പിന്നെന്താ, അയ്യോ കയ്യിലൊക്കെ കുത്തിക്കൊള്ളുന്നുണ്ട് കേട്ടോ. വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ട. കൈയുടെ നടുക്കാനത് കരി നോക്കണ്ട. ഞാനത് കരിച്ചട്ടിയിലാണ് നേരൊക്കെ മറ്റത്, കാരണം കയ്യിലൊക്കെ കരിയായി. ഇത് കുറച്ച് പെയിനുള്ള സംഭവമാണ് കേട്ടോ. കഴിഞ്ഞു പറയുമ്പോൾ 2 കിലോ ഉണ്ട്, പക്ഷെ എന്താ അതിന് വേണ്ടിയൊന്നും ഇല്ല. പിന്നെ ഇതിൽ തന്നെ കുറച്ച് മാംസമുള്ള ഈ കഷ്ണങ്ങൾ എടുക്കാം നമുക്ക്. അതുപോലെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കത്തിക്കണം. ഓക്കെ, അപ്പോൾ എണ്ണ ഒഴിച്ചു. നമ്മുടെ സ്ഥിരം ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് വഴണ്ടി. നമുക്കിനി കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മാങ്ങ ഇട്ടിട്ടാണ് കറി വയ്ക്കാൻ പോണത്. നമുക്ക് മസാല ഒഴിക്കാം. മസാലയിൽ എന്താ ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കുറച്ച് പുളി. നമ്മൾ ഞണ്ട് ഇട്ടിട്ടില്ല ഇപ്പോഴും. ഇപ്പോൾ വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ നോക്ക്, ഈ നോൺ വെജ് ഇടാതെ ഈ ഒരു പാകമാക്കിയിട്ട് ഈ ചാറ് കൂട്ടാം കേട്ടോ. നോൺ വെജ് ഇടുന്നതിന് മുന്നേ ഇതിൽ ഉപ്പിട്ടിട്ട് ഇത് മാറ്റിയിട്ട് കഴിക്കാം. അപ്പോൾ സെയിം ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് ഉപ്പിടാം. ഇപ്പോൾ എന്ത് കറി വെച്ചാലും മീനാണെങ്കിലും ഇതൊക്കെ നമ്മൾ ഈ മസാലയൊക്കെ ആദ്യം റെഡിയാക്കുകയാണ് വെച്ചാൽ ഈ നോൺ വെജ് കൂട്ടാത്തവർക്ക് അതിൻ്റെ ചാറ് കുറച്ച് മാറ്റിയിട്ട് നമുക്ക് അതിന് ശേഷം നോൺ വെജ് ഇട്ടാൽ അവർക്കും കൂട്ടാം നമുക്കും കൂട്ടാം. രണ്ടും കറി അതേപോലെ സെറ്റാവും. രണ്ടിടാണ്. ആഹാ, ഇനി ഇളക്കി കൊടുക്കാം.
നല്ല ചൂടുണ്ട് കേട്ടോ. ഫോണിലേക്ക് ചൂടടിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കാൻ പറ്റും. അപ്പോൾ ഞണ്ട് ഇപ്പോൾ മാങ്ങ സീസണാണ്, ഞണ്ട് സീസണാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ കിട്ടും. മാങ്ങ ഇട്ടിട്ട് ഞണ്ട് വെക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, കുറച്ച് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ തിളച്ച് വറ്റി പാകത്തിന് വരുമ്പോൾ നമുക്ക് എടുക്കാം. വെള്ളം കൂടുതൽ വെച്ചാൽ നമ്മൾ വറ്റാൻ വരെ വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയതാട്ടോ. ഓക്കേ, നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. പണ്ടൊക്കെ എന്താ പറയുക, ഈ ഞണ്ട് പുഴുങ്ങി തിന്നായിരുന്നു അത്രേ. പണ്ട് കാലത്തൊക്കെ ഉള്ള ആൾക്കാരുടെ കഥയൊക്കെ കേൾക്കുമ്പോൾ രസമല്ലേ. അപ്പോൾ ഇപ്പം നമ്മളിത് ഏകദേശം പുഴുങ്ങൊന്നുമില്ല, മസാലയൊക്കെ ചേർത്ത് പുഴുങ്ങലിൻ്റെ വേറൊരു ഭാഗം കറിയാക്കി നമ്മൾ എടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഒന്നും കൂടെ വറ്റട്ടെ അല്ലേ, ഒന്നും കൂടെ വറ്റിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇതേ ഇറക്കി കൊണ്ടുവച്ചു. അപ്പോൾ നമുക്കിനി ടേസ്റ്റിംഗ് സെക്ഷനാണ്. അപ്പോൾ ഇത് നല്ല 2 പീസ് നോക്കി നമുക്കിങ്ങോട്ട് എടുക്കാം. ഓക്കെ, ഇനി ഒരു 1/4 പീസ് എടുക്കണുള്ളൂ, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ, ചൂടാണ്, നമുക്ക് ഈ സ്റ്റീൽ പാത്രമൊക്കെ മതി. നമുക്ക് നോക്കാം. വാ, ഞാൻ നേരെ ഉമ്മറത്തേക്ക് പോവാണ് കേട്ടോ, നമ്മുടെ പതിവ് സ്ഥലം. അവിടെ അമ്മൂനെ അയച്ചിട്ടേക്കാണ്. അവൾ ഇനിയിപ്പോൾ ഇതിൻ്റെ മണം കേട്ടിട്ട് വയലുണ്ടാവുമോ എന്നറിയില്ല. ഗ്യാസ്, നമ്മൾ ഉമ്മറത്തെത്തി. കണ്ടോ? അയ്യോ, അവിടെ ഞാൻ തുണി വിരിച്ചിട്ടുണ്ട്. കൂരിട്ട് നമുക്ക് പിടിക്കാം. ദേ അമ്മു പെണ്ണേ പെണ്ണേ, അമ്മു പെണ്ണേ. നല്ല മണം വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താ പറയുക, എൻ്റെ സ്റ്റാൻഡ് ചെറിയൊരു കംപ്ലൈൻറ്റ്, സെൽഫി സ്റ്റിക്ക് ചെറിയൊരു കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ അയ്യോ, ഞാൻ വിചാരിച്ചു അമ്മു ഇതൊക്കെ എൻ്റെ മണം കേട്ടാൽ ചാടി വീഴുമെന്ന്. പക്ഷേ വിഷമിച്ച് കിടക്ക കുട്ടി. ചൂടുന്നാറട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് എന്താ പറയുക, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ ഞാനിങ്ങനെ ഞണ്ട് കണ്ടു, പക്ഷെ മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് പോകുമ്പോൾ എന്തായാലും മേടിക്കണം, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മേടിക്കണം എന്ന് ആഗ്രഹിച്ച് പോയത് തന്നെയാണ്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ എടുത്തതാണ്. പിന്നെ എന്താ, ഞാനങ്ങനെ ഒരു പാചക ചാനൽ മാത്രമായിട്ടല്ല കേട്ടോ, ഇതിൽ വ്ളോഗാണ്, വ്ളോഗ് ഉണ്ടാവും. പിന്നെ അഥവാ ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും ഇടും. അങ്ങനെ എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ളൊരു ചാനലാണിത്. അപ്പോൾ ചിലർ പാചകം മാത്രം എക്സ്പെക്റ്റ് ചെയ്യുന്നുകൊണ്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരോട് ഞാൻ പറയാണ്, എന്താണ് പറയുക, ഞാൻ നേരത്തെ കൂട്ടി പറയാൻ ഇട്ടത് പാചക ചാനൽ മാത്രമല്ല, നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ട് എല്ലാം നമ്മുടെ സന്തോഷങ്ങളും നമ്മൾ നല്ല നിമിഷങ്ങളും അതേപോലെ തന്നെ നമ്മുടെ അനുഭവങ്ങൾ, അങ്ങനെ എല്ലാം ഒരുപാട് എന്താണ് ചാറ്റ്, അതൊക്കെ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെന്താ, നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം ഉപ്പ് നോക്കുന്ന ആൾ ഞാനായി മാറി. താഴത്തെ വീട്ടിലെ ഇതെങ്ങനെ കഴിക്കണ്ടേന്ന് നമ്മൾ പറഞ്ഞുതരാം. നമ്മുടെ ആദ്യം ഇവിടെ ഈ ഭാഗം അടി അടി വിചാരിച്ച പോലെ തന്നെ അമ്മ ചാടി കൂടി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു അവസ്ഥ ഞാൻ എങ്ങനെ കഴിക്കും. അമ്മൂൻ്റെ കൊതിയേറ്റോ, ആ ഒരു പീസ് അമ്മൂന് കൊടുത്തു. ഇതേ കറുമുറ അവിടെ നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ദേ ഈ പീസ്
അടിപൊളിയായി. അടിപൊളിയായി എന്ന് പറഞ്ഞാലും പോരാ, സൂപ്പർ. അല്ലേ? ഇനി ഇത് കഴിക്കുമ്പോൾ ഇത് ഫുള്ള് ചവച്ച് കഴിക്കാവുന്നുള്ളൂ കേട്ടോ. പിന്നെ ആ മാങ്ങയുടെ ഫ്ലേവർ ഉണ്ടല്ലോ, നന്നായിട്ട് വരുന്നുണ്ട്. നമ്മൾ കുറച്ചധികം മാങ്ങ ഇട്ടില്ലേ, കണ്ണിമാങ്ങ. ഈ മാങ്ങയുടെ വെള്ളമൊക്കെ ഇങ്ങനെ മുകളിൽ കടിക്കുമ്പോൾ താഴേക്ക് പോകട്ടെ. അങ്ങനെ ശരിക്കും പോകാൻ പാടില്ല. അമ്മോ എന്തടി? അപ്പം നിങ്ങളും വീട്ടിൽ ഞണ്ടൊക്കെ കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. മാങ്ങ ഇട്ട് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാൻ അങ്ങനെ കഴിച്ച് കാണിച്ചുകൊണ്ട് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.